മക്കളെ കുരുമുളകൊന്നും പാടിയില്ലല്ലോ. കുരുമുളകൊന്നും പാടിയില്ലല്ലോ. കണ്ണിന് കണ്ണാടിക്കും സോറി പാടിയാലേ ഞങ്ങക്ക് ഞാൻ ഇത് തരത്തുള്ളൂ. മക്കളെ കുരുമുളകൊന്നും പാടിയില്ലല്ലോ. കുരുമുളകൊന്നും പാടിയില്ലല്ലോ. കണ്ണിന് കണ്ണാടിക്കും സോറി പാടിയാലേ ഞങ്ങക്ക് ഞാൻ ഇത് തരത്തുള്ളൂ. പൂക്കുട്ടി അതായത് കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തുള്ളൂ കുരുമുളകുള്ള ഒരു വള്ളിച്ചെടി എന്ന് പറഞ്ഞാല് അല്ല പിന്നെ കുരുമുളക് വള്ളിച്ചെടി ഇല്ല. ശരി അതാണല്ലോ. അങ്ങനെ പാടിയാലേ പറ്റൂ. അങ്ങനെ പാടിയാലേ ഞങ്ങള് വാല്യൂ വെക്കത്തുള്ളൂ. എനിക്ക് പാട്. ഇപ്പൊ ഞാൻ പാടി. എനിക്ക് പാടിക്ക് കേക്കട്ടെ. കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തൊരു കസ്തൂരി മറുകുള്ള MG അങ്കിൾ. കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തൊരു കസ്തൂരി മറുകുള്ള MG അങ്കിൾ. മക്കളെ പറയുന്ന MG അങ്കിളാണ് കുരുമുളകെന്ന്. കുരുമുളക് എന്ന് പറഞ്ഞാൽ വില കൂടുതലാണ്. നമ്മളെ കൂടുതൽ സംസാരിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും ബാക്കിയുള്ളതിനൊക്കെ നല്ലത്. മക്കളെ നന്നായിരുന്നു കേട്ടോ. അണ്ണാ ആ കുഞ്ഞു പറയുന്നത് കുരുമുളക് കറുപ്പാണല്ലോ. അണ്ണ ഫുള്ള് മേക്കപ്പ് ആണെന്നാ അവള് പറഞ്ഞു വരുന്നത്. ഞാൻ കറുപ്പാണ്. വൈറ്റ് വാഷ് അടിച്ചിരിക്കുന്ന ആളാ പറഞ്ഞത്. മക്കളെ ആ ചേച്ചി അങ്ങോട്ട് വരട്ടെ. ഇവള് സംസാരിക്കാതിരിക്കുന്ന ആരും നന്നാ നല്ലത്. അതായിരുന്നു നമുക്ക് സേഫ്. മക്കളെ ആദ്യം നിൽക്കുന്നതായിരുന്നു നല്ലത്. വെറുതെ നിന്നെ കുത്തി നിന്റെ വായിലെല്ലാം വിരലൊക്കെ ഇട്ട് ഇളക്കി നിന്റെ നാക്കെല്ലാം കൂടെ വെളിയിൽ ചാടിച്ച് ഇപ്പൊ നമുക്കിട്ട് പണിയാ. എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു പാട്ടൊക്കെ. ഇതെങ്ങനെ പഠിക്കുന്നേ? എഴുതാനറിയോ? അറിഞ്ഞൂടല്ലോ. മലയാളം പാട്ടൊക്കെ ആണെങ്കിൽ അമ്മ ഫസ്റ്റ് ബുക്കിൽ എഴുതും. ബുക്കിൽ എഴുതിയാലും വായിക്കാൻ അറിയോ? പഠിച്ചു കഴിഞ്ഞാൽ വായിക്കാൻ സിമ്പിൾ. അപ്പൊ ഈ ഒരു വരി തന്നു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും? വായിക്കാൻ അറിഞ്ഞൂടാ. ചില അക്ഷരങ്ങൾ. അപ്പൊ ഒരു പാട്ട് മുഴുവനായിട്ട് വായിക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ അത് കാണാ പഠിക്കണം. പിന്നെ ട്യൂൺ കാണാ പഠിക്കണം. പിന്നെ ട്യൂൺ പിന്നെ അതിന്റെ കൂട്ടത്തിൽ പിന്നെ ഇവിടെ വന്ന് ഇതൊക്കെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടണം. പിന്നെ മനോരഥം അതുണ്ടാക്കണമല്ലോ. ഒരു MG എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കവിതകൾ. കുരുമുളകിന് പകരം MG ആക്കണം. അപ്പൊ അങ്ങനൊക്കെ ഉള്ള ഭയങ്കര ഒരു ഇന്റലിജന്റ് ഗേളാണ് നമ്മുടെ ദ്വിതി. അല്ല ഇത് ഞാൻ അന്ന് പറഞ്ഞ കറക്റ്റാണ്. അമ്മൂമ്മ തന്നെ. അമ്മൂമ്മയാന്ന് മക്കള്. ദ്വിതി അമ്മൂമ്മ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതാണോ എന്തോ ദൈവമേ. MG വയസ്സായോ? ഇല്ല ഒരിക്കലും ആയില്ല. ആര് പറയും? എനിക്കല്ലേ MG കാട്ടിലും എന്താ വയസ്സ് കുറഞ്ഞത്. അപ്പൊ ഞാനെങ്ങനെ വയസ്സാവാന്? ആയിട്ടില്ലല്ലോ വയസ്സ്. ദ്വിതി അമ്മൂമ്മ എന്ന് പറയുന്ന ഒരു ഫ്രൈസാണ്, വയസ്സല്ല. ഒരു ഫ്രൈസാണ്. MG അപ്പൂപ്പൻ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമാണ്. അല്ല ദ്വിതി എന്തായാലും അക്സെപ്റ്റ് ചെയ്തല്ലോ അമ്മൂമ്മയായിട്ട്. ഞാൻ അപ്പൂപ്പൻ, ഇത് മുത്തശ്ശൻ, ഇത് മുതുമുത്തശ്ശി. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? സന്തോഷമായി. ഒരു കാര്യം ഞാൻ പറയണം. ഇത് അമ്മൂമ്മ, അത് മുത്തശ്ശി. വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ ചുമ്മാ നിൽക്കുന്ന കണ്ടുകൂടാ. പറഞ്ഞു കുറച്ച് കഴിയുമ്പോ ചോദിക്കും, നീ എന്തിനായിരുന്നു വലിഞ്ഞു കയറി വന്നേ? വന്ന് രണ്ട് കമ്മലും കൊണ്ടുപോയി കുറെ ആഹാരം ചളി പിടിച്ച് തിന്ന് അതൊക്കെ ചോദിക്കും. അതിനു മുമ്പ് ഞാൻ എന്റെ കമന്റ് കുറച്ചെടുക്കും. മക്കളെ കുഞ്ഞേ, എന്താണ് ഇങ്ങനെ അന്തം വിട്ട് സംസാരിക്കുന്നത്? എപ്പോഴും ശരത്തങ്ങള് എന്തെങ്കിലും കമന്റ് പറയാൻ തുടങ്ങുമോ? മക്കളെ കുഞ്ഞെ ചക്കരേ വാവേ പറഞ്ഞോണ്ട് കുഞ്ഞെ ചക്കരെ വാവേ കുഞ്ഞെ ചക്കരേ വാവേ പൈങ്കിളി, ഐ ലവ് യുടാ. I love you too, ശരത്തങ്കിൾ. ദ്യുതിക്കുട്ടി, എന്തോ ഓ സൂപ്പറായിരുന്നു. ഇതൊരു ടഫ് സോങ് ആണ്. കുറച്ചു മുമ്പല്ലേ നിത്യ പറഞ്ഞേ ഈ കൊച്ചു മേളി പാടിയൊന്നും ചുരുതി ചേർന്നില്ല? അങ്ങനെ
പറഞ്ഞു തിത്തുകുട്ടി? ഇവിടെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു മോളെ, നിത്യമാമൻ പറഞ്ഞു മേളിപ്പാടി ഒന്നും ചേർന്നിട്ടില്ല. അതായത് എന്തി കൊച്ചു വന്നു പാടുന്ന പഞ്ചാര പന്തലുള്ള കൽബിന്റെ അവിടെ ഒന്നും ചേർച്ചില്ല. എനിക്ക് നേരത്തെ അറിയാലോ. എന്ത് എന്താ അറിയാ? അങ്ങനെയൊക്കെ പറയുന്നു. എന്ത് ശ്രുതി പോയാൽ ചേർന്നിട്ടില്ല എനിക്ക് നേരെ അതാണ് തിത്തുകുട്ടിയാണ് സ്മാർട്ട് ഗേൾ. സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ്. അപ്പൊ തിത്തുകുട്ടി സൂപ്പർ ആയിട്ട് പാടി കേട്ടോ. താങ്ക് യു. സൂപ്പർ ആണ്. താങ്ക് യു. സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി. താങ്ക് യു. അയ്യോ ഈ പാട്ടൊന്ന് നിർത്താം. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. എന്നാ മുതുകളെ തള്ള എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കണം, പ്രത്യേകിച്ച് KKC അപ്പൂപ്പന്. മുതുകാരുടെയാ കുളമായത്? ആരുടെ മുതുകാ കുളമായത്? അമ്മമ്മയുടെ മുതുക് കുളമായതോ? എന്റെ അമ്മമ്മയുടെ അമ്മയുടെയും വീട് ഈ രണ്ടുപേരുടെ മുതുക് കുളമായത്. എന്ത് പാടാ? അതെന്ത് പറ്റി? വല്ല ഒലക്ക വല്ലതും വെച്ചിടിച്ചു? എന്ത് പറ്റിയതാ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, വേറെ ഒരാൾക്കും കൂടി ഹായ് കൊടുക്കാനുണ്ട്. എന്റെ സ്കൂളിൽ എല്ലാവർക്കും ഹായ് കൊടുക്കണം. മക്കളുടെ സ്കൂളിന്റെ പേര്? വിദ്യാധിരാജ വിദ്യാഭവൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ ഇപ്പൊ ആർക്കൊക്കെ ഹായ് കൊടുക്കണം? മുതുകു കുളവായവർക്ക് കൊടുക്കണം. KPC അപ്പൂപ്പൻ. KPC അപ്പൂപ്പന്. KPC അല്ല, KKC. KKC അപ്പൂപ്പന് ഞങ്ങളുടെ എല്ലാം വക. അല്ലെ കിട്ടിയാ കിട്ടി പോയാ പോയി. അങ്ങനെയാണോ അപ്പൂപ്പന്റെ പേര്? അപ്പൊ ഇവിടെ അമ്മ ഇരിപ്പുണ്ട്, 2 അമ്മ. അമ്മയോ? എമ്മ എന്ന് പറഞ്ഞാൽ അതാരാ? മുയലച്ചൻ. ഇത് മുയലച്ചൻ. മുയലച്ഛന്റെ അമ്മ. അപ്പുറത്തുള്ളതോ? അതോ അത് മുതുമുയലച്ചൻ. പക്ഷെ ഒരു കാര്യമുണ്ട് മക്കളെ, ഈ മുതലച്ഛനും മുതുമുതലച്ഛന്മാരൊന്നും ഇങ്ങനെ ഹായ് കൊടുക്കാറില്ല. ഹായ് കൊടുക്കത്തില്ല. ഞങ്ങളൊക്കെ ജീവജാലങ്ങളാണ്. ഞങ്ങള് ഹായ് കൊടുക്കത്തില്ലല്ലോ. ഇല്ല, ഇവിടെ ആരും ഹായ് കൊടുക്കത്തില്ല. ഞങ്ങളെല്ലാം മുയലല്ലേ, ഞങ്ങള് പുല്ല് തിന്നു, ഇതൊക്കെ ഉള്ളു. മീനുട്ടി ചേച്ചി വേണ്ടായിരുന്നു. ഇതൊക്കെ അല്ലെ ഞങ്ങള് മുയലുകളുടെ വക. ഇനി ഇവിടെ നിന്ന് പോകുമ്പോ ചാടിപ്പോയാ മതി കേട്ടോ. അവരതല്ലേ പോവാത്ത അവിടെ ഇരിക്കുന്നേ. ഞാൻ കണ്ടിട്ടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ കയ്യില്? ഉണ്ട്. എന്നാ ചോദിക്കോ? എല്ലാരും എന്നെ സ്നേഹിക്കും, ഞാനും എല്ലാവരെയും സ്നേഹിക്കും. എന്നെ തൊട്ട് കളിച്ചാ വിവരം അറിയും. എല്ലാരും എന്നെ സ്നേഹിക്കും, ശരിയാ. കറണ്ട് നമ്മള് തൊട്ട് കളിച്ചാ ഇലക്ട്രിക്. അത് രണ്ടും ഒന്ന് തന്നെ. രണ്ടും ഒന്നാ നമ്മള് പറഞ്ഞ കറണ്ട്. വൈദ്യുതി മക്കളെ, വൈദ്യുതിയാണ്. വൈദ്യുതി. വൈദ്യുതി ആണോ? ആ, അത് തന്നെ സംഭവം. മക്കള് വന്ന വഴി ഏതാ? അതുവഴി വന്ന ഇതുവഴിയല്ലയോ പോകുന്നേ? അതേജി വന്നിട്ട് ഇതുവഴി പോവാം. അപ്പൊ ഒന്ന് നടന്നു പോയാട്ടെ. ഒന്ന് കാണിച്ചേക്കില്ല. എങ്ങനെയാ നടന്നു പോകണമെന്നൊന്ന് കാണിച്ചു. മ്യൂസിക് കിട്ടിയത്.